സ്വഭാവമാറ്റമോ പശ്ചാത്താപമോ ഇല്ലാതെ അഫാൻ ക്രൂരമായി കൊന്നത് 5 പേരെ. 5 കൊലകൾക്കിടയിൽ 82 കിലോമീറ്ററാണ് അഫാൻ സഞ്ചരിച്ചത്. കൊന്നത് മാത്രമല്ല, ഒരു കൂസലുമില്ലാതെ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും അഫാൻ സമയം കണ്ടെത്തിയിരുന്നു. ഒരു ദിവസം പലയിടങ്ങളിൽ സഞ്ചരിച്ച് ഒന്നിലേറെ പേരെ കൊല്ലുന്ന കൊല തന്നെ കേരളത്തിൽ അപൂർവമാണ്. ഇവിടെ അങ്ങനെ ചെയ്തെന്ന് മാത്രമല്ല, അതിനിടെ പല കാര്യങ്ങളും അഫാൻ ചെയ്തുകൂട്ടി. അതിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ അഫാനെ വിശേഷിപ്പിക്കുന്നത് സ്ട്രേഞ്ച് കില്ലർ എന്നാണ്. 5 കൊലകൾക്കിടയിൽ അഫാൻ സഞ്ചരിച്ചത് 82 കിലോമീറ്ററാണ്. ഇതിനിടെ 4 കടകളിൽ കയറി, 2 തവണ ധനകാര്യ സ്ഥാപനത്തിൽ പോയി, 4 പേർക്ക് കടം വാങ്ങിയ പണം തിരികെ കൊടുത്തു, ബാറിൽ പോയി മദ്യപിച്ചു, കാമുകിയെ കൂട്ടാൻ പോയി. അങ്ങനെ സ്വഭാവമാറ്റമോ കൂസലോ പശ്ചാത്താപമോ ഇല്ലാതെ പതുക്കെ പതുക്കെ ഒന്നിനു പിറകെ ഒന്നായി 5 ഉറ്റവരെ കൊന്നുതള്ളിയ അപൂർവ മനസ്സിനുടമയായ സ്ട്രേഞ്ച് കില്ലർ. കൂട്ടക്കുരുതി ദിനത്തിലെ അഫാന്റെ യാത്രകൾ ഇങ്ങനെയാണ്. തിങ്കളാഴ്ച രാവിലെ 10:45 ഉമ്മ ഷെമീനയോട് അഫാൻ 2000 രൂപ ചോദിക്കുന്നു. പണം കൈവശമില്ലെന്ന് പറഞ്ഞ് ഷെമീന കൊടുത്തില്ല. ഇതിനെ തുടർന്ന് വഴക്കും ബഹളവും ഉണ്ടാകുന്നതോടെയാണ് അഫാനിലെ കൊലയാളി ഉണർന്നത്. ഷെമീനയെ ഷാളുകൊണ്ട് കഴുത്തിൽ കുരുക്കി നിലത്തടിച്ചു. തലയടിച്ച് വീണ ഷെമീനയുടെ രക്തം വാർന്നൊഴുകി, ബോധവും പോയി. ഇതോടെ ഷെമീന മരിച്ചെന്ന് കരുതി മുറി പൂട്ടി അഫാൻ വീട്ടിൽ നിന്നിറങ്ങി. ആദ്യ യാത്ര വെഞ്ഞാറമൂട്ടിലേക്കാണ്. ലക്ഷ്യം പണം ഒപ്പിക്കലും ആയുധം വാങ്ങലുമായിരുന്നു. 4 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. ആദ്യം പോയത് സ്ഥിരമായി പണയം വെക്കുന്ന വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലേക്കാണ്. അവിടെ നിന്ന് 1400 രൂപ മുൻകൂർ വാങ്ങി ആ പണം കൊണ്ട് ചുറ്റികയും ബാഗും വാങ്ങി. 200 രൂപയ്ക്ക് ബൈക്കിന് പെട്രോൾ അടിച്ച് രണ്ടാം യാത്ര പാങ്ങോട്ടേക്ക്. ലക്ഷ്യം മുത്തശ്ശി. 28 കിലോമീറ്ററാണ് ദൂരം. 12:30 കഴിഞ്ഞപ്പോൾ മുത്തശ്ശി സൽമ ബീവിയുടെ വീട്ടിലെത്തി പണയം വെക്കാൻ മാല ചോദിച്ചു. പിന്നീട് തർക്കിക്കാനൊന്നും നിൽക്കാതെ 6 മിനിറ്റ് കൊണ്ട് മുത്തശ്ശിയെ കൊന്നുതള്ളി. മൂന്നാമതായി വെഞ്ഞാറമൂട്ടിലേക്കാണ് പോയത്. 28 കിലോമീറ്റർ ആയിരുന്നു ഇങ്ങോട്ടുള്ള ദൂരം. മുത്തശ്ശിയെ കൊലപ്പെടുത്തി കൈക്കലാക്കിയ സ്വർണ്ണമാല വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തിച്ച് പണയം വെക്കാനാണ് പോയത്. 74,000 രൂപ വാങ്ങി. അതിലാണ് 40,000 രൂപ കടം വീട്ടിയത്. തുടർന്ന് പിതൃസഹോദരന്റെയും ഭാര്യയുടെയും വീടായ ചുള്ളാളത്തേക്ക് പോയി. കടത്തിന്റെയും ദൂർത്തിന്റെയും പ്രണയത്തിന്റെയും പേരിൽ തന്നെ പരിഹസിച്ചിരുന്ന പിതൃസഹോദരൻ ലത്തീഫിനെയും ഭാര്യ സാജിദ ബീഗത്തെയും കൊന്നു. 5ാം യാത്ര വീട്ടിലേക്കാണ്. ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനുമായിരുന്നു ഈ യാത്ര. 4 പേരെ വകവരുത്തിയെന്ന് വിശ്വസിച്ച അഫാൻ വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും തീരുമാനിച്ചു. തുടർന്നാണ് അമ്മയ്ക്ക് ജീവനുള്ളതായി തോന്നിയത്. ചുറ്റിക കൊണ്ട് വീണ്ടും ആക്രമിച്ചു. പിന്നീട് ഭക്ഷണം കഴിക്കാൻ നിൽക്കാതെ പുറത്തേക്കിറങ്ങി. വീണ്ടും വെഞ്ഞാറമൂടിലേക്ക് യാത്ര ചെയ്ത് മദ്യപിച്ചു. തുടർന്ന് എലിവിഷം വാങ്ങി ഫർസാനയുടെ വീട്ടിലേക്ക് മടങ്ങി. ബാറിലിരുന്ന് തന്നെ അഫാൻ കാമുകി ഫർസാനയെ ഫോൺ വിളിച്ച് വീട്ടിൽ നിന്നിറങ്ങി വരാൻ ആവശ്യപ്പെട്ടിരുന്നു. ബാറിൽ നിന്നിറങ്ങിയ ശേഷം നേരെ ഫർസാനയുടെ വീടിന് സമീപമുള്ള മുക്കുന്നൂർ ഭാഗത്തെത്തി ബൈക്കിൽ കയറ്റി ഒപ്പം കൂട്ടി. തുടർന്നാണ് പേരുമലയിലെ വീട്ടിലേക്കെത്തി ഫർസാനയുടെ കൊലപാതകവും നിർവഹിച്ചത്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.